കൊച്ചിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊച്ചി എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളാണ് ബാക്ക് സൈഡിൽ കാണുന്നത്. അവിടെ ലുലു മോളുണ്ട്, അതുപോലെ മെട്രോ സ്റ്റേഷനുണ്ട്. ഞാനിന്ന് രാവിലെ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് ഇവിടെ എറണാകുളത്ത് വന്നതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഈ ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെ അംബിസ്വാമീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഷോപ്പുണ്ട്, റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഡൊമിനോ ബീബക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1993 ഈ അംബീസ് കിച്ചൻ്റെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയാൻ സാധിച്ചു. ഇപ്പോൾ ഇവർക്ക് ഇവിടെ 4 ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. പള്ളിമുക്കിലുണ്ട് ഒരെണ്ണം, പിന്നെ കടവന്തറ, പാലാരിവട്ടം, അതുപോലെ ഈ എടപ്പള്ളി റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതേ കണ്ടോ, ലുലു മോൾ, അതുപോലെ മെട്രോ സ്റ്റേഷൻ എല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല പ്രൈം ലൊക്കാലിറ്റിയിൽ തന്നെയാണ്, എടപ്പള്ളിയുടെ നല്ല പ്രൈം ലൊക്കാലിറ്റിയിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റഷ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ ഏകദേശം ഇപ്പോൾ ടൈം ഒരു 9:30-10 മണി ടൈമിലാണ് വന്നേക്കുന്നത്. പക്ഷെ നല്ല റഷ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പം എനിക്കുള്ള ഇഡ്ഡലി അങ്ങനെ വന്നു കഴിഞ്ഞു. ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ 3 ടൈപ്പ് ചട്നി. ഇഡ്ഡലി ഞാൻ പ്രതീക്ഷിച്ച അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ. കുറച്ച് ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലഫി ഫീലിംഗ് കിട്ടുന്നില്ല. കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റിയാണ് കേട്ടോ. എസ്പെഷ്യലി ആ ചട്നി നല്ല ടേസ്റ്റിയാണ്. ഇഡ്ഡലി നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും സോഫ്റ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ചട്നീസും കൂട്ടി കഴിച്ചു നോക്കി. നമ്മുടെ ആ കോക്കനട്ട് ചട്നി മാത്രം കുറച്ച് വാട്ടറി ഫീലിംഗ് ഉണ്ടായി. മറ്റേ ചട്നിയും അതുപോലെ സാമ്പാറും എല്ലാം, സാമ്പാർ ഓക്കെയാണ്, പക്ഷെ മറ്റേ 2 ചട്നിയും നല്ല നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. നല്ല വിശന്നിരുന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചു തീർത്തു. അങ്ങനെ ഇതാ വരുന്നു നമ്മളുടെ അടുത്ത ഐറ്റം, ഒരു നെയ് റോസ്റ്റ്. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല പേപ്പർ ഒരു റോസ്റ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ വടയുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ സാമ്പാറും ചട്നീസും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിച്ചാണ് കൊണ്ട് തന്നേക്കുന്നത്. കണ്ടോ, എൻ്റെ കളറൊക്കെ കണ്ടോ, ടെക്സ്ചർ കണ്ടോ, നല്ല ഗോൾഡൻ കളറിൽ നല്ല മൊരുമരാന്നിരിക്കുന്ന നെയ് റോസ്റ്റ്. എനിക്ക് ഈ റെഡ് ചട്നിയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഇത് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി, അത്യാവശ്യം നല്ല പുളിയും എരിവും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. തന്നേക്കുന്ന ആ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ടൊമാറ്റോ ചട്നി തന്നെയാണ്. നമ്മളുടെ കോക്കനട്ട് ചട്നി ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് കുറച്ച് കട്ടി കുറഞ്ഞു പോയതുപോലെ. സംഭവം ദോശ കിടുവായിരുന്നു കേട്ടോ. അതുപോലെ വടയുടെയൊക്കെ സൈസ് കണ്ടോ, നല്ല വലിയ വടയാണ്. നല്ല ചൂടായിട്ട് നല്ല മൊരുമരാന്നിരിക്കുന്ന വട മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. വടയും നല്ല ടേസ്റ്റി വട തന്നെയാണ്. നല്ല നല്ല ആ ഒരു ഇതിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. വട എനിക്ക് എപ്പോഴും ഇഷ്ടം വെള്ളച്ചമ്മന്തിയാണ്. അത് ഇച്ചിരി വാട്ടറി ആണെങ്കിൽ പോലും നമുക്ക് ആ ചട്നിയും കൂട്ടി തന്നെ വട കഴിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുത്തെ മസാല ദോശയും കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെയും അവരൊരു വട തരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട സാമ്പാർ ആൻഡ് ചട്നീസ്. മസാല ദോശ എന്നും എനിക്ക് ഏറ്റവും ഫേവററ്റ് ആണ്. വെജിറ്റേറിയൻ ഫുഡിൽ ടിഫിൻ കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ്. അത് മസാല ദോശ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ആ മസാല ഇളക്കിയെടുത്ത് ആദ്യം തന്നെ ആ മസാലയും കൂട്ടി ദോശ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശ. നല്ല സൂപ്പറായിട്ട് ആ മസാല ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചട്നിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. മസാല ദോശ വിത്ത് ആ മസാല, അതുപോലെ ഈ ടൊമാറ്റോ ചട്നി, സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ കഴിച്ച എല്ലാ ഡിഷസും സൂപ്പറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും കൂടെ വാങ്ങിച്ചു. ഫിൽട്ടർ കോഫി അല്ല കേട്ടോ. ഫിൽട്ടർ കോഫി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഫിൽട്ടർ കോഫി അല്ല, ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഞാൻ എന്താണെങ്കിലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത്.
അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഇവരുടെ മെനു ഒക്കെ ഇവരിവിടെ തന്നെ വാളിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അംബിസ്വാമീസിൽ കയറി രാവിലെ ഇഡ്ഡലിയും നെയ്റോസ്റ്റും മസാല ദോശയും വടയും ഒരു കാപ്പിയും എല്ലാം കൂടെ കഴിച്ചു. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓവർ പ്രൈസ്ഡും അല്ല റെസ്റ്റോറൻറ്റ്. പിന്നെ നമുക്ക് മെട്രോയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റ്, മെട്രോയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അംബിസ്വാമീസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ലുലു മോളിലോ എടപ്പള്ളിയിലോ അല്ലെങ്കിൽ ലുലു മോളിലോ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ടിഫിൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ അംബിസ്വാമീസിൽ വരാം. നല്ല റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.